ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിന്റെ എത്രാമത്തെ ചാപ്റ്ററാണ്? 8th ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്നൊരു ചാപ്റ്ററിലെ എത്രാമത്തെ ക്വസ്റ്റ്യനാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സസൈസ് 8.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ എന്തുവാടാ വായിച്ചേ? In triangle ABC, right triangle at B, AB is equal to 24 cm, BC is equal to 7 cm. Determine. നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ രണ്ട് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ സൈനെ കോസെ പിന്നെ സൈൻ സി കോസി. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠത്തിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും കേട്ടെ നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്തുവാ? എല്ല് പോലെ നിൽക്കുന്നത് അത് തന്നെ. അപ്പം റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ ആദ്യം ഇവിടെ തന്നെ പറയുന്നുണ്ട്. എന്ത് ട്രയാങ്കിളാടാ? എ ബി സി എന്ന് പറഞ്ഞ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എ ബി സി എന്ന് പറഞ്ഞാൽ പേരിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ പറയുന്നുണ്ട് എന്തുവാ? ആംഗിൾ അറ്റ് ബി അല്ലേ, റൈറ്റ് ആംഗിൾ അറ്റ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ല് വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തുവാണ്? ബി. പിന്നെ എയും സിയും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എ ഇട്ട് കൊടുക്കുവാണെങ്കിൽ മേളിൽ സി, നേരെ തിരിച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ പറയുന്ന മെഷർമെൻറ്റ്സ് ഇട്ട് കൊടുക്കാം. എ ബി എത്ര തന്നേക്കുന്നത്? 24. പിന്നെ എന്തുവാടാ? ബി സി അല്ലേ, 7 cm. സെറ്റ് അല്ലേ? ഇത്രയും നമ്മൾ അങ്ങ് വരച്ചു വെക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ സിമ്പിളാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പൈതഗോറസ് തിയറം ഓർക്കുന്നുണ്ടോ? എന്തുട്ടാ? ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനാണ് നമ്മൾ ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പം ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ മിക്ക ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യം തന്നെ ഹൈപ്പോടെന്യൂസ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോടെന്യൂസ്. സെറ്റ് അല്ലേ ഇത്? അപ്പോൾ അതങ്ങ് മാർക്ക് ചെയ്ത് അങ്ങ് വെച്ചേക്കുക. ഇനി നമ്മൾ ഹൈപ്പോടെന്യൂസ് ഇതിനകത്ത് കണ്ടുപിടിക്കണം, കാരണം ഇതിനകത്ത് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ഫോർമുലയുണ്ട്. ഇതാണ് സംഭവം. പൈതഗോറസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഫോർമുല മറക്കത്തില്ലല്ലോ, പൈതഗോറസ് തിയറം. ഓക്കെ, എന്തുവാടാ? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുമാണ്, കാരണം ഹൈപ്പോടെന്യൂസ് മറ്റേതാണല്ലോ. അപ്പോൾ ഇനി ബേസും ഓൾട്ടിറ്റ്യൂഡൊക്കെ മാറി തിരിഞ്ഞ് പോയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാ? 24 കിടപ്പുണ്ട് അല്ലേ. 24 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. സെറ്റ് അല്ലേ? ഇനി 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 24 × 24 എത്രയാടാ? 24 × 24 എത്രയാ? 576 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 7 സ്ക്വയർ എത്രയാ? നമുക്ക് കാൽക്കുലേഷൻ പോലും വേണ്ട. 49 അല്ലേ. അത് നമ്മൾ പ്ലസ് ചെയ്യാം. ഇനി എന്തുവാ? ഇപ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 625 എന്ന് കിട്ടും. സോ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ആണ് 625. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോടെന്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇതിൻ്റെ എന്ത് ചെയ്യണം? റൂട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, സോ സ്ക്വയർ റൂട്ട് ഓഫ് 625. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനൊരു സ്ക്വയർ റൂട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്തുമായിരിക്കും എപ്പോഴും? ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ 625 എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 25 × 25, അത് ബേസിക്കലി 10ാം ക്ലാസ് ആയില്ലേ, പഠിച്ചു വെച്ചേക്കാം. 25 × 25 എത്രയാ? 625 ആണ്. അത് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അപ്പം വേറെ ക്വസ്റ്റിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷനോ അല്ലാത്ത മെത്തേഡ്സ് ഒക്കെ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും കൂടെ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹൈപ്പോടെന്യൂസ് എത്രയാടാ? 25. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാടാ? സൈൻ എ കോസ് എ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ സൈൻ എ കണ്ടുപിടിക്കാം. സൈൻ എ. ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് കാര്യമാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. അത് നമുക്ക് കുറേ റേഷ്യോസ് ഉണ്ട്. സൈൻ എയുടെ റേഷ്യോ എന്തുവാടാ? സൈൻ എയുടെ റേഷ്യോ ഇത്രേ ഉള്ളൂ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്. ഇപ്പം തന്നെ പഠിച്ചേ. സൈൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്. കേട്ടല്ലോ. അപ്പം നമ്മൾ ഈ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്ന ഇത്രേ ഉള്ളൂ. സൈൻ എ അല്ലേ. എ എവിടാ? ഇതല്ലേ എ. അപ്പം നമുക്ക് എയുടെ ബേസിലാണ് നമ്മളിപ്പോൾ ഓപ്പോസിറ്റും അതുപോലെ തന്നെ അഡ്ജസൻ്റ് ഒക്കെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാടാ? ഇതല്ലേ, കണ്ടോ? ഇതാണ് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ഇട്ട് കൊടുക്കാം? ഇനി അഡ്ജസൻ്റ് നോക്കിയേ. എയുടെ അടുത്തായിട്ട് 2 സൈഡ് കിടപ്പുണ്ട്. ഏതൊക്കെയാ? അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് കിടക്കുന്ന സൈഡ് ഏതൊക്കെയാടാ? ഇതും ബേസും കിടപ്പുണ്ട്,
ഹൈപ്പോട്ടന്യൂസും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഓൾറെഡി ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുത്തു. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിനെ അഡ്ജസൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാൻ സിമ്പിൾ അല്ലേ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിടക്കുന്നത്? 7 ബൈ ഹൈപ്പോട്ടന്യൂസ് തന്നെ എത്ര കിടക്കുന്നത്? 25. ഇത്രയുള്ള ആൻസർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ. അങ്ങനെയാണെങ്കിൽ എന്തുവാ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാനുള്ള എന്തോ കോസ് എ അല്ലേ. കോസ് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സെറ്റ് അല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. സൈൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പഠിച്ചല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? എത്രയാ നമുക്ക് അഡ്ജസൻ്റ് എത്രയാ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്? 24 അല്ലേ. 24 ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 25. അപ്പം 25 മാറ്റമൊന്നുമില്ല, ഹൈപ്പോട്ടന്യൂസ് മാറ്റമൊന്നുമില്ല, നമ്മുടെ ടോപ്പ് മാത്രമാണ് നമുക്ക് മാറുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് എഴുതുന്നതിന് മുമ്പായിട്ട് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന സൈഡ് ഏതാ? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന സൈഡ് ഏതാ? BC അല്ലേ. സോ BC ബൈ എന്ത് AC എന്നിട്ട് കൊടുക്കാം അല്ലേ. അങ്ങനെയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാവും. ഇപ്പോൾ അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? AB അല്ലേ. AB ബൈ AC എന്നൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. സോ മെയിനായിട്ടുള്ള ആൻസർ ഇത് രണ്ടുമാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇതിനെക്കാട്ട് സിമ്പിൾ ആയിരിക്കുമല്ലോ. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു അല്ലേ. സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റൻ എന്തുവായിരുന്നടാ? സൈൻ C ആണ് വേണ്ടത്. നോക്കിയേ, നമുക്ക് ചെറിയൊരു മാറ്റം കൊടുത്താൽ മതി. C എന്ന് പറഞ്ഞാൽ ദേ മേളിൽ കിടക്കുന്ന സാധനമാണ്. C മേളിൽ കിടക്കുന്നതാണ്. അപ്പോൾ ദേ നമുക്ക് ഈ ഓപ്പോസിറ്റ് വെട്ടാം, അഡ്ജസൻ്റ് വെട്ടാം, എന്നിട്ട് ഓപ്പോസിറ്റ് സിയുടെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും? ഇതായിരിക്കും ഓപ്പോസിറ്റ് അല്ലേ. സിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡും അടുത്ത് കിടക്കുന്ന ഈ സൈഡുവാ ഇതുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് തന്നെ അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാടാ? നമുക്ക് പേരെഴുതാം ആദ്യം. സോ AB ബൈ എന്തുവാ? AC. ACക്ക് വ്യത്യാസം ഒന്നുമില്ല, ഹൈപ്പോട്ടന്യൂസ് മാറുന്നില്ല. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 24 ബൈ 25. ഫസ്റ്റ് സാധനം കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻസർ. ഇനി എന്തുവാ നമുക്ക്? കോസ് C അല്ലേ. കോസ് C എത്രയാ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് എത്രയാണ് കിടക്കുന്നത്? ഇത് BC ബൈ AC. എത്രയാ BC? 7 ബൈ 25. ഇത്രേ ഉള്ളൂ. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ. അപ്പോൾ ട്രിഗ്നോമെട്രി ഇത്രയും സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ. അപ്പം സൈനും കോസും എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് താഴെയാണ് വരുന്നത്. മേളിൽ ആദ്യം ഓപ്പോസിറ്റ് പിന്നെ അഡ്ജസൻ്റ്, അങ്ങനെ ഒരു ഓർഡറിൽ പോകും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമേ നമുക്ക് പൈതോറസ് തിയറം അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ നമുക്ക് ജസ്റ്റ് റേഷ്യോസും കൂടെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തൂടെ 2 റേഷ്യോസ് പഠിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത റേഷ്യോസ് എല്ലാം പഠിക്കും. അങ്ങനെ നമുക്ക് ചാപ്റ്റർ പൊളിയായിട്ട് പഠിക്കാം. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.